ആഗസ്റ്റ് 31 മുതൽ ആരംഭിച്ച ജയിൽ ഉദ്യോഗസ്ഥരുടെ ഓണാഘോഷം സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. ഓണനിലാവ് എന്ന പേരിലാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഓണാഘോഷം നടന്നത്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 15 വരെയായിരുന്നു ആഘോഷം. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ നിർവഹിച്ചു. കഴിഞ്ഞൊരു 2 വർഷത്തെ ആഘോഷത്തിന്റെ ക്ഷീണം ഈ ഒരൊറ്റ ഓണം കൊണ്ട് നമ്മൾ ആഘോഷിച്ച് തീർത്തിട്ടുണ്ട്. അത് കോവിഡും പ്രളയവുമൊക്കെ നമുക്ക് നല്ല ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരാഘോഷം നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് എപ്പോഴാണ് ആഘോഷിക്കാൻ പറ്റുക എന്നൊക്കെയുള്ളൊരു ആശങ്ക പോലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ആശങ്കയെല്ലാം മാറി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും എല്ലാം ആഘോഷമായി ഈ ഓണം മാറിയിട്ടുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥർ നമുക്കറിയാം, വ്യത്യസ്ത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട്. തൊഴിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏതാണ്ട് നിങ്ങളുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന സമയവും നിങ്ങൾ ചിലവഴിക്കുന്നത് ജയിലിലാണ്. മറ്റേതെങ്കിലും ഒരു തൊഴിൽ മേഖല പോലെയല്ലല്ലോ ജയിൽ. അപ്പം അതിൻ്റേതായിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളൊക്കെ പല ഘട്ടത്തിൽ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് പലരെയും കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം സാധാരണ മാസത്തിൽ 2 തവണ ജയിലിൽ പോകുന്നവർ വരുന്ന ഒരാളാണ് ഞാൻ പല പരിപാടിക്കും. അപ്പം ഞാൻ വരുമ്പോൾ തന്നെ പറയുകയാണ്, ഇവരൊക്കെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ തമാശയ്ക്കാണെങ്കിലും പറഞ്ഞു വരികയാണ്. ആകെ സൂപ്രണ്ട് ഉൾപ്പെടെ അല്ലെ, ആകെ ഒന്ന് മാറി എല്ലാവരും. ഓണത്തിൻ്റെ ഒരു സന്തോഷം. മുമ്പിൽ 2 സുന്ദരികൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇവർ നമ്മളെ ജയിൽ വകുപ്പിലെ ജീവനക്കാർ തന്നെയാണ് നമ്മളെ എന്നൊക്കെ ഇവരോട് വന്ന് ചോദിച്ചു. ഇപ്പോൾ വരുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലും ഒന്ന് ഒരുങ്ങിയിട്ടും ഇതിൻ്റെ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തും ഒക്കെ നിങ്ങളിതിങ്ങനെ, ഇന്നിപ്പോൾ ആഘോഷം അവസാനിക്കുകയാണ്. നാളെ ഇനിയിപ്പോൾ അടുത്ത ദിവസം മുതൽ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കും. ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. കണ്ണൂരിലാണെന്ന് പറയുമ്പോൾ അത് ഏറെ അഭിമാനം തരുന്ന കാര്യമാണെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഓർക്കുവായോ, ഈ വർഷം ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ ചെയ്ത പ്രവൃത്തികളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ 7 അയൽവക്കത്ത് ഒരു പഞ്ചായത്തും എത്തില്ല എന്ന കാര്യം തുറന്നു പറയാം. കാരണം അത് തന്നെയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കണ്ണന്റെ ഊരാണ്, അല്ലെ? കണ്ണൻ എന്ന് പറഞ്ഞ ആരാണ്? ഭയങ്കര സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളാണ്. കണ്ണൂരിനെ കുറിച്ച് അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. കണ്ണൻ പ്രണയത്തിന്റെ ആളാണ്. പ്രണയമാണല്ലോ സ്നേഹത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ണന്റെ ഊരാണ് കണ്ണൂര്. ഇപ്പൊ കണ്ണൂർക്കാരൊക്കെ അങ്ങനെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണൂരിനെ സ്നേഹിച്ച് മതിവരാത്ത ആൾക്കാർ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ എന്ത് പരിപാടി പറയുമ്പോഴും എവിടെ നിന്നാണെങ്കിലും ഓടിയെത്തണം എന്ന് വിചാരിക്കുന്നത്. വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ആർ സാജൻ അധ്യക്ഷത വഹിച്ചു. ടി സന്തോഷ്, ഉത്തരമേഖല ജയിൽ DIG സാം തങ്കയൻ വിശിഷ്ടാതിഥിയായി. KV മുകേഷ്, വനിതാ ജയിൽ സൂപ്രണ്ട് OV വല്ലി, KK റിനിൽ, EV ജിജേഷ്, IV ഒദിനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാലാടും പണ്ണാട്ടിക്കിളിയെ ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.